ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ നോർമലായിട്ട് ബീഫ് ബിരിയാണി നമ്മൾ കുക്കറിൽ ചെയ്യുമ്പോൾ വെള്ളത്തിൽ തിളപ്പിക്കാതെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൽ വേവിച്ചെടുക്കുക ചെയ്യാറ്. പക്ഷേ ഇത് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് കുക്കറിൽ ദം ചെയ്തെടുക്കുക ചെയ്യുന്ന ഒരു വിസിലിന്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമുക്കിതിലേക്ക് ഒരു 3/4 കിലോ ബീഫാണ് വേണ്ടത്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 3 വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് ചപ്പ് പൊതിന ഒന്ന് കട്ട് ചെയ്തതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ വഴിയെ പറയാം. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ മാറ്റി വെക്കാം. കുക്കറിൽ തന്നെ നമ്മൾ റൈസും ദം ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് ബീഫ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കറിക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബീഫാണ്, അതുകൊണ്ട് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പീസായിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില നാടുകളിലൊന്നും ബിരിയാണിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല എന്ന് വീഡിയോസിൻ്റെ താഴേക്ക് കമൻറ്റ് കാണാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? ഞങ്ങളിവിടെ ചെറുതായിട്ട് ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും ചെറുതായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ നേരത്തെ ബീഫ് കഴുകിയിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. നമ്മുടെ ബീഫ് അടിയിൽ പിടിക്കാതിരിക്കാനാണ്. നിങ്ങൾ പെട്ടെന്ന് കഴുകിയിട്ട് അപ്പം തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി ബീഫ് വെന്ത് വരുന്ന ടൈം കൊണ്ട് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. അതിനായിട്ട് ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് പെട്ടെന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടാനാണ്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോട്ടോ. അതും കൂടി കോരിയെടുത്തിട്ട് നമുക്ക് ഇതേ ഓയിൽ തന്നെ ഉള്ളി വഴറ്റാനുള്ളത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഉള്ളി വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ അടുപ്പത്ത് നമുക്ക് അരി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഏലക്കായ മറ്റ് സ്പൈസസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അരി ഒരു 3/4 ഭാഗം വെന്താൽ മതി കേട്ടോ. നമ്മളിനി കുക്കറിൽ ഒരു വിസിൽ അടിച്ചെടുക്കാനുള്ളതുകൊണ്ട് ഇനി തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കയും ഒരു ബേ ലീഫും മറ്റ് സ്പൈസസും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടി ഒരു 4 ടീസ്പൂൺ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചപ്പും പുതിനയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മൾ വീട്ടിലെ സ്പൈസസ് എല്ലാം ഒന്ന് പൊടിച്ചെടുത്തത് അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണി മസാലക്കും ഗരം മസാലക്കും നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ആ സ്മെല്ല് കിട്ടാറില്ല. അപ്പോൾ അത് ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പുളിക്കായിട്ട് കുറച്ച് വിനാഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടോ. എൻ്റെ കയ്യിൽ തൈര് തീർന്നതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി വേവിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് ആവിയെല്ലാം പോയിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ മസാല ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വേവിച്ചെടുത്ത് ബീഫിൽ വെള്ളം കുറവാണ്. അപ്പോൾ നമുക്കിതൊരു വിസിലും കൂടി അടിച്ചെടുക്കേണ്ടതല്ലേ. ചില ടൈമിൽ നമ്മൾ വേവിക്കുമ്പോൾ കുക്കറിൽ വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മാറ്റി വെച്ച റൈസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പകുതി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചപ്പ് പുതിനയും അതുപോലെ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല അതും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട്
നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ബാക്കിയുള്ള റൈസും കൂടി ചേർത്തിട്ടൊന്ന് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ബിരിയാണി ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.